ഹായ് ഹലോ. അപ്പം നമുക്ക് രാവിലെ പരിപാടികൾ തുടങ്ങിയാലോ. സാമ്പാറിന് വേണ്ടി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി, പിന്നെ തോരൻ വയ്ക്കാൻ വേണ്ടി ബീൻസും എൻ്റെ സ്വന്തം പയറും ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനിതാ കഞ്ഞിക്ക് വെള്ളം വച്ചു. ഇന്നലത്തെ കുറച്ച് മീൻ കറി വെച്ചത് ബാക്കിയുണ്ടായിരുന്നു, അതിനെയൊക്കെ അടുപ്പിൽ വച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ടാറ്റ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്കും താങ്ക്സ് തന്നെ കേട്ടോ. അങ്ങനെ ഇതാ സാമ്പാർ വയ്ക്കാൻ പോകണം. പിന്നെ ഇന്ന് മീൻ കിട്ടി കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് മീനൊന്നും ഇല്ലാതെ ഇവിടെ ആൾക്കാർ കിടന്ന് ഓട്ടമായിരുന്നു. മീനൊന്നും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ ഇന്ന് കുറച്ച് ചൂര മീനൊക്കെ കിട്ടി. ചാളയും അതൊക്കെ കഴിച്ച് കഴിച്ച് വയ്യാതിരുന്നു. അങ്ങനെ ഇതാ മീനിനെയൊക്കെ അറുത്ത് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ആദ്യം നമ്മളെ ബീൻസും എൻ്റെ സ്വന്തം പയറുമായിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. സാമ്പാർ അവിടെ റെഡിയായി. അങ്ങനെ തോരൻ വയ്ക്കാൻ പോവുകയാണ്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കടുത്ത വെയിലാണ്. എന്താ പറയുക, ഞാൻ ഇന്നൊരു ചെറിയ ഹെയർ പാക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ കാണണം കേട്ടോ. നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ഇതാ മീനൊക്കെ അറുത്ത് കഴുകി കരക്കി അടുപ്പിൽ വച്ചു കഴിഞ്ഞു. അങ്ങനെ രാവിലെ തോർത്ത ജോലിയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പുറത്തെ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പോകണം. അങ്ങനെ ആ ഹെയർ പാക്ക് നിങ്ങളൊന്ന് കാണണം കേട്ടോ. കാണാതിരിക്കരുത്. കാണുക മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം കുറച്ച് ദിവസം കൊണ്ടൊന്നും കാണിക്കാറില്ല. ഞാൻ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു പാക്ക് തലയിടും. നിത്യവും നമ്മൾ ഇടുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വാരി തേക്കുന്നത് ശരിയല്ല. ഒരാഴ്ചയിൽ 2 or 3 പ്രാവശ്യം ഇടാം. ഇടുന്നതനുസരിച്ച് നമ്മളെ മുടിക്ക് നല്ല ഹെൽത്തും ആവും, നല്ല ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഫേസിലും എന്നും എല്ലാം പല മെത്തേഡുകളൊക്കെ എടുത്ത് നമ്മൾ പരീക്ഷിക്കുന്നതിനോട് അത്ര യോജിപ്പൊന്നുമില്ല എനിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടാറുണ്ട്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ കാണിക്കാതിരുന്നതാണ്. അങ്ങനെ മീനിനെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കെയർ പാക്ക് ഉണ്ടാക്കിയിടുന്നതിന് വേണ്ടിയുള്ള നോക്കത്ത പരിപാടിയാണ്. അങ്ങനെ മീനും സാമ്പാറും അവിയലും ഇന്നലത്തെ തോരനും എല്ലാം റെഡിയായി കഴിഞ്ഞാൽ, അവിയലല്ല കേട്ടോ, തോരൻ, ഇന്നത്തെ മീൻ, സാമ്പാർ, ചോറ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇതാ ദോശ ചുടാൻ പോവുകയാണ്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഒതുക്കിയിട്ട് ഇങ്ങനെ ഒരൊറ്റ ഓട്ടം ഓടും കേട്ടോ. എൻ്റെ പാടത്തും വരമ്പത്തും ഒക്കെ പോകണം. ഇവിടെയൊക്കെ പോയിട്ട് വന്നിട്ടാണ് ചോറെല്ലാം കഴിച്ച് കുറച്ച് സമയം കിടന്ന് ഉറങ്ങി എണീറ്റിരുന്നിട്ടാണ് അടുത്ത പരിപാടി തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ദോശ പരിപാടി കഴിഞ്ഞു. ഇതാ ഹെയർ പാക്കിന് വേണ്ടി നമ്മളെ സ്വന്തം ചെമ്പരത്തിയിലയും ഒരു മുട്ടയും, അങ്ങനെ ചെമ്പരത്തിയില അരച്ച് കുറച്ചൊന്ന് ഇതിൽ അരിച്ചെടുത്ത് നമുക്ക് ഒരു പൊടിയും കാണൂല. എന്നിട്ട് മുട്ടയുടെ വെള്ളയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ചെയ്തതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. തലയ്ക്ക് നല്ല കുളിർമയും കിട്ടും, മുടിക്ക് നല്ല ശക്തിയും കിട്ടും. നമ്മൾ ഈ മുടിയുടെ വകുപ്പ് വാരി തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഞാൻ എൻ്റെ മുടികളൊക്കെ നിലനിർത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഇതിനേക്കാൾ മുടി ഉണ്ടായിരുന്നു, എങ്കിലും ഇത്രയും മുടിയും ഞാൻ ഇന്ന് നിലനിർത്തുന്നത് ഇതേ പാക്കുകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ വീഡിയോയ്ക്ക് മൊബൈൽ വെച്ചത് അത്ര ശരിയായില്ല, അതുകൊണ്ടാണ് വീഡിയോ അത്ര ഇതായിട്ട് വന്നിട്ടില്ല. എങ്കിലും നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, മുട്ടയുടെ വെള്ളയും ചെമ്പരത്തി ഇലയും കൂടി നല്ലവണ്ണം അരച്ച് ഒന്ന് ആക്കി നമ്മളെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ സൂപ്പറാണ്. താങ്ക് യു.